Hi friends, welcome back to my channel. ഞാൻ സഫ്വാൻ. നിങ്ങൾ ഒരു ബഡ്ജറ്റ് ലെവലിലുള്ള ഹെൽമെറ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടേക്കാം. ഞാൻ പുതുതായിട്ട് വാങ്ങിയ ഒരു ഹെൽമെറ്റിൻ്റെ അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ലുക്ക് വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റീൽബേർഡ് എന്ന കമ്പനിയുടെ ഹെൽമെറ്റാണ്. ഇതാണ് നമ്മുടെ ഹെൽമെറ്റ് വരുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് അതിൽ ആൾ എന്നുള്ളത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഹെൽമെറ്റ്, R2K ഹെൽമെറ്റ്. ഇതിൽ പല കളർ വേരിയൻറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഞാനൊരു സ്റ്റാൻഡേർഡ് കളറായതുകൊണ്ട് ഗ്രേ കളറാണ് ചൂസ് ചെയ്തത്. ഇത് ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്തത്, ഫ്ലിപ്കാർട്ടിൽ നിന്നും. അപ്പോൾ നിങ്ങൾക്കും ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ വില വരുന്നത് 1919 രൂപയാണ്. അതായത് ബഡ്ജറ്റ് ലെവലിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽമെറ്റ് എന്ന് പറയാം. നല്ല സേഫ്റ്റി ഫീച്ചറോട് കൂടിയ ഹെൽമെറ്റാണ്. സ്റ്റീൽബേർഡിൻ്റെ ISO മാർക്കൊക്കെ ഉള്ള ഹെൽമെറ്റാണ്. ഏതായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് ബോക്സിനുള്ളിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഒരു ഹെൽമെറ്റും പിന്നെ ഒരു ഗ്ലാസ് സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് ആയിരുന്നു ഹെൽമെറ്റും ഇട്ട് വന്നിരുന്നത്. ഞാനിപ്പോൾ മാറ്റിയതാണ്. ഒന്ന് ഈ ഒരു ക്ലിയർ ഗ്ലാസ് ആണ്. പിന്നെ വരുന്നത് ഈ ഒരു ബ്ലാക്ക് ആണ്. കൂളിങ് നമുക്ക് വെയിലത്തൊക്കെ ഇട്ട് നടക്കാൻ പറ്റുന്ന ഒരു കൂളിങ് അടങ്ങിയിട്ടുള്ള ഗ്ലാസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് നോക്കാം. ഇതിലായിട്ട് കുറേ എയർ വെൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് നിങ്ങൾ ഓൺലൈനിൽ നമ്മുടെ ഹെഡിന് സൂട്ടായിക്കൊണ്ട് ഹെൽമെറ്റ് വാങ്ങിക്കേണ്ടതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഹെൽമെറ്റിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഡിസൈനാണ്. ഒരു സ്പോർട്ടി ലുക്ക് തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് എനിക്ക് ഈ ഒരു ഹെൽമെറ്റിന് തോന്നിയത്. കൂടാതെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് തന്നെ ഒരു ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു എയർ പാസിങ് കൊടുക്കുന്നുണ്ട്. അത് ഈ ഒരു ബട്ടൺ ഇങ്ങനെ താഴേക്കും മുകളിലേക്ക് ആയിക്കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഈ എയർ പാസിങ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത്, അതായത് നമ്മൾ ഈ ഒരു മൂർത്താവിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ക്ലോസിങ് ആൻഡ് ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു എയർ പാസിങ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കും. പിന്നെ ഇതിൻ്റെയൊക്കെ എയർ ഏറ്റവും പുറകിലൂടെ പോകുന്നതിനൊരു 2 ഗ്രില്ല് ഇവിടെ നമുക്ക് കാണാം. അതിന് സെൻട്രലായിട്ട് ഇതിൻ്റെ ഒരു മോഡൽ നെയിം സ്റ്റീൽബേർഡ് എയർ എന്ന് കൊടുത്തിട്ടുണ്ട്. സൈഡിലെ ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്രേ ഫിനിഷിംഗ് ഉള്ള മോഡലാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇതിൻ്റെ തന്നെ നല്ല കളർഫുള്ള് ഡിസൈനുകൾ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും ഇതേ ലെവൽ റേറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഷീൽഡ് നമുക്ക് കളർഫുള്ളായിട്ട് വാങ്ങിക്കാൻ സാധിക്കും. അത് 2000-ൻ്റെ മുകളിലാണ് വില വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ പുറത്ത് കാണുന്ന ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി അകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്പോഞ്ചി ഫിനിഷിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ക്ലിപ്പിങ്ങും തന്നെ സിമ്പിൾ ക്ലിക്ക് ആയിക്കൊണ്ട് നമുക്ക് ക്ലിപ്പ് ചെയ്ത് റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്ലിപ്പിംഗാണ് ഇതിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഓപ്പൺ ചെയ്താൽ സിമ്പിളായിട്ട് നമുക്കിത് ഊരിയെടുക്കാൻ സാധിക്കും. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു പോർഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്യാവുന്ന രീതിയിൽ ക്ലിപ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വാഷിങ്ങിനും പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ അകം കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഹെഡ് സൈസ് എങ്ങനെയാണ് സെലക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡ് സൈസ് എന്ന് പറയുന്നത് 2 സൈസിൽ 3 സൈസിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഹെഡ് ഈ ഒരു ഭാഗത്തുനിന്നും ടാപ്പ് വെച്ചിട്ട് അളന്ന് നോക്കിയാൽ നമുക്ക് ഏകദേശം നമ്മളൊരു ഹെഡ് സൈസ് മനസ്സിലാവും. അധികം നമുക്ക് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ട് ലാർജ് സൈസിലാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഇരുന്നോളും. ഇനി മീഡിയം സെലക്ട് ചെയ്തുകൊണ്ട് തലക്ക് കറക്റ്റാണോ നോക്കാം. ഓൺലൈനിൽ വാങ്ങുമ്പോൾ പ്രശ്നം അതാണ്, നമുക്ക് കറക്റ്റാക്കി ഇട്ട് നോക്കാൻ പറ്റാത്ത പ്രശ്നം. അത് നമുക്ക് ഈ ഒരു ടാപ്പ് ഉപയോഗിച്ച് അളന്നുകൊണ്ട് സെലക്ട് ചെയ്താൽ നമുക്ക് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷനായിട്ട് പറയാനുള്ളത് ഈ ഒരു ഗ്ലാസ് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇതിനോടൊപ്പം തന്നെ 2 ഗ്ലാസ് കൊടുത്തിട്ടെന്ന് പറഞ്ഞല്ലോ. ഗ്ലാസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് മാറ്റാം. ഇവിടെ ഈ ഒരു റെഡ് ഡോട്ട് ഉണ്ട്, അതൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നേരെ ഓപ്പൺ ആക്കിയാൽ ഈ ഗ്ലാസ് നമുക്ക് നേരെ ഓപ്പൺ ആക്കി എടുക്കാൻ സാധിക്കും. ശേഷം ഇത് മാറ്റാം. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രാച്ച് ആവുന്ന സമയത്ത് ഗ്ലാസ് സെപ്പറേറ്റ് ഓർഡർ ചെയ്തുകൊണ്ട് അതും മാറ്റി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. 5-way അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇതിൻ്റെ ഗ്ലാസ്സിനായിട്ട് കൊടുത്തിട്ടുള്ളത്. 5 വേയിലായിട്ട് നമുക്ക് ഇങ്ങനെ ക്ലിപ്പായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി റൈഡിങ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നില്ല.
ഈ ഒരു ഹെൽമെറ്റ് ഇടുമ്പോൾ നമുക്ക് എയർ ഉള്ളിലേക്ക് കടന്ന് ജെർക്കിങ്ങിൻ്റെയോ യാതൊരു പ്രശ്നവും ഈ ഒരു ഹെൽമെറ്റിനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ പ്രൈസും വളരെ കമ്മിയാണ്. അപ്പോൾ നല്ലൊരു ഹെൽമെറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റീൽബേർഡിൻ്റെ ഈ ഒരു എയർ R2K എന്നുള്ള മോഡൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് വാങ്ങിക്കുന്നതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേസമയം കാണുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു ടെക്നോളജി വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.